നമസ്കാരം. RSSൽ നിന്ന് CPMലേക്കും തിരിച്ചുമുള്ള ദൂരം അളന്ന് സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. കണ്ണൂരിലെ OK വാസു മാസ്റ്ററും അശോകനും രതീഷ് മിന്നിയും പത്തനംതിട്ടയിലെ ഉണ്ണികൃഷ്ണനും പിന്നാലെ RSS BJPയിൽ നിന്ന് ഹിന്ദു ഐക്യവേദി നേതാവ് പത്മകുമാറും CPMലെത്തിയപ്പോൾ CPM മോഹിച്ചു. രണ്ട് മുന്നണികളിൽ നിന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ BJPയിലേക്ക് ചോർന്നപ്പോൾ നേതാക്കളുടെ ഒഴുക്ക് തിരിച്ചാണെന്ന് CPM വെറുതെ മോഹിച്ചു. RSSകാരനായിരുന്നതിൻ്റെ ഫലമായി മനസ്സിലുണ്ടായ രാക്ഷസീയത എല്ലാം ഉപേക്ഷിച്ച് മാടപ്പിറാവായി നവംബർ 27-ന് CPMൽ ചേർന്ന പത്മകുമാർ നേതാവ് കൃത്യം 3-ാം ദിവസം RSSലും BJPയിലും തിരിച്ചെത്തി. കൂടുവിട്ട് കൂടുമാറി അതിവേഗം പഴയ കൂട്ടിലെത്തുന്ന അത്ഭുത ജാലവിദ്യ. പത്മകുമാറാണ് RSSൻ്റെ സമുന്നതനായ നേതാവായിരുന്ന ആളാണ്. അദ്ദേഹം ഇപ്പോൾ RSS രാജിവെച്ച് CPMുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയാണ്. ദീർഘകാല ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കഷ്ടപ്പെട്ട പലരെയും അധികാരവും സ്വാധീനമൊക്കെ വന്ന സമയത്ത് അവരെ മറന്നുകൊണ്ട് പുത്തൻ ചില ആൾക്കാർ വെച്ചാൽ സാമ്പത്തികമായിട്ടും അല്ലാതെയൊക്കെ മുന്നോക്കം നിൽക്കുന്ന ആൾക്കാരെയാണ് ഇന്ന് പല രംഗത്തും പരിഗണിക്കുന്നത്. അപ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ ദീർഘകാലമായിട്ട് പ്രവർത്തിച്ച പലരും നിശബ്ദരാണ്, നിരാശരാണ്, അല്ലെങ്കിൽ അതിൻ്റെ തെറ്റായ കാഴ്ചപ്പാടുകളെ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത്, തുറന്ന അഭിപ്രായം പറയുന്ന സമയത്ത് അവരെല്ലാം ഒരു ശത്രുപക്ഷത്ത് കാണുന്ന ഒരവസ്ഥ വരും. മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിൽ ഏതാണ്ട് 150ഓളം വരുന്ന RSSൻ്റെ പ്രവർത്തകന്മാർ വരുന്ന നാളുകളിൽ CPMലേക്ക് വരാനും ഞങ്ങളുടെ പ്രവർത്തകരായി മാറാനും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. വളരെ താമസിയാതെ തന്നെ തിരുവനന്തപുരത്ത് ഗാന്ധി പാർക്കിലോ ഏതെങ്കിലും കേന്ദ്രത്തിൽ ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാർ പങ്കെടുക്കുന്ന പൊതുയോഗത്തിൽ വെച്ച് ആ ആളുകൾ മുഴുവൻ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യും. 3 ദിവസം കഴിഞ്ഞ് CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞ അതേ ഗാന്ധി പാർക്കിൽ വെച്ച് തന്നെ തറവാട്ടിലേക്ക് മടക്കം. കാരാഗ്രഹത്തിലടയ്ക്കാൻ സാധ്യമല്ലാത്ത, അതുപോലെ തന്നെ ഈ നാടിന്റെ മുഴുവൻ ആവേശമായിട്ട് മാറാൻ പോകുന്ന, വെള്ളത്താൽ അയിപ്പിക്കാൻ സാധ്യമല്ലാത്ത ഒരു ഉജ്ജ്വലമായിട്ടുള്ള പരിവർത്തനത്തിന്റെ ചാലകത ഉൾക്കൊണ്ടുകൊണ്ട് ഇതാ വരികയാണ് ജി പത്മകുമാർ നമ്മുടെ ഈ വേദിയിലേക്ക് എത്തിച്ചേരുകയാണ്. ഉണ്ണിയമ്മേ, ഉടുമ്പിയെ ഞാൻ പിടിച്ചു. അപ്പൊ അവിടെ ഉണ്ടല്ലോ ഈ മഹാപ്രസ്ഥാനത്തിന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. മുന്നോട്ട് മുന്നോട്ട് കരുത്തോടുകൂടി മുന്നോട്ട്. ഇല്ല, ഈ പ്രസ്ഥാനത്തെ വിലക്കെടുക്കാൻ സാധ്യമല്ല, ഈ പ്രസ്ഥാനത്തെ കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ സാധ്യമല്ല. സിദ്ധനാ, മഹാസിദ്ധൻ. ബോധ്യായി. അവിടെ നോടി ഇവിടെ പറയാമെന്നത് അപ്പതേ വിടിരിക്കുന്നു. 4 ഒരേ സമയം കണ്ടിരിക്കുന്നു ചിലര്. വെള്ളിയാഴ്ചയും പാവും ഇന്ന് അങ്ങനെയൊക്കെ കണ്ടുന്ന് വരും. നമ്മുടെ ബലിദാനികളെയും അവരുടെ കുടുംബത്തെയും ചിന്തിച്ച സമയത്ത് ഞാൻ ചെയ്തത് തെറ്റാണ് എന്നുള്ള ബോധ്യം എനിക്കുണ്ടായി. ആ തെറ്റിന് തീർച്ചയായിട്ടും എൻ്റെ പ്രസ്ഥാനം എനിക്ക് അർഹമായിട്ടുള്ള മാപ്പ് നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അന്ന് എന്തൊക്കെയോ പറഞ്ഞല്ലോ. RSS രാക്ഷസന്മാരുടെ സംഘമാണ്, മോദി കുഴപ്പക്കാരനാണ്, രാജ്യത്തിൻ്റെ പ്രതീക്ഷ ഇടതുപക്ഷത്തിലാണ് എന്നൊക്കെ. സ്വാഭാവികമായിട്ട് അവരെഴുതി തന്ന ആ കാര്യമാണ്, അല്ലെങ്കിൽ അവരെഴുതിയുണ്ടാക്കിയതാണ് അവർ വച്ചിട്ടുള്ളത്. ഭാരതത്തിന് വരുന്ന നാളുകളിൽ പ്രതീക്ഷയുണ്ട്, അതാണ് ഇടതുപക്ഷത്തിലേക്ക് പോയത് എന്നുള്ള വാക്യം അതിലുണ്ടായിരുന്നു. നമുക്കറിയാം, ഭാരതത്തിലെ കോടാനുകോടി ജനത ആരിലാണ് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്, എന്താണ് ആ പ്രസ്ഥാനത്തിന്റെ അവസ്ഥ എന്നൊക്കെ നമുക്കറിയാം. ആട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു 3 ദിവസത്തെ CPM വാസം? പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി ഏതാണ്ട് IS ഭീകരന്മാരുടെ ഇടയിൽപ്പെട്ട ഒരു ദേശീയ പ്രവർത്തകന്റെ അവസ്ഥ പോലെയായിരുന്നു അതിനുള്ളിൽ ചെന്ന സമയത്ത് എനിക്കുണ്ടായിട്ടുള്ളത്. ആ വിവേചനം അല്ലെങ്കിൽ ആ ഒരു കുറവ് മനസ്സിലാക്കുവാൻ അധികം കാലം
എനിക്ക് വേണ്ടി വന്നില്ല. എന്തായാലും നന്നായി. ഇംഗ്ലീഷ് ചാനലും പാക് കടലിടുക്കും നീന്തിക്കടന്ന് റെക്കോർഡിട്ടവർ ഗിന്നസ് ബുക്കിലുണ്ട്. അതിനേക്കാൾ വലിയ റെക്കോർഡാണിത്. ഒരു പാർട്ടി മാറി മറുചേരിയിലെത്തി തിരികെ തുടങ്ങിയിടത്ത് തന്നെ എത്താൻ എടുത്തത് 3 ദിവസം. ഗിന്നസ് ബുക്കിൽ പത്മകുമാർ നേതാവിന് ഒരു ഇടമുണ്ട്. സിദ്ധനാ, മഹാസിദ്ധൻ. ശമ്പളവും പെൻഷനും അക്കൗണ്ടിൽ വീണോ എന്ന് ചോദിച്ചാൽ വീണു, വീണില്ലേ എന്ന് ചോദിച്ചാൽ വീണില്ല. ആദ്യ ശമ്പള ദിനത്തിൽ നോട്ടിനായി നെട്ടോട്ടമോടുന്ന ട്രഷറികളിലെ അവസ്ഥ ഇതായിരുന്നു. പെൻഷൻകാർ അതിരാവിലെ തന്നെ ട്രഷറികളിൽ ഹാജരായി വരി പിടിച്ചു. പണം റിസർവ് ബാങ്കിൽ നിന്ന് വരാൻ വൈകിയെങ്കിലും എല്ലാവരും അച്ചടക്കമുള്ള പൗരന്മാരായി പെൻഷന് കാത്തിരുന്നു. ഉള്ള പണം വീതിച്ചു കൊടുത്തു. പണമില്ലാത്ത ട്രഷറികളിൽ വന്നവർ തിരികെ പോയി. ഇനി നാളെ പണം വീണ്ടും വരണം. ആദ്യ ശമ്പള ദിനം വലിയ കുഴപ്പമില്ലാതെ പോയപ്പോൾ ധനമന്ത്രി തോമസ് ഐസക്കിന് ആശ്വാസം. നാളത്തെ കാര്യം നാളെ. ₹153 കോടി ആവശ്യപ്പെട്ടതിൽ 75 കോടിയെ 11:30 മണി വരെ ലഭിച്ചിട്ടുള്ളൂ. ഈ 11:30 മണി വരെ 42 ട്രഷറികളിൽ പണമേ എത്തിയിട്ടില്ല. നോട്ട് ഇന്ന് ഗതികേടിൽ വളഞ്ഞിട്ട് അലച്ചിൽ തുടരണ നോട്ട്. ഈ നോട്ട് ഇന്ന് മുരിയേരിക്കായി ജനം തക്കുവട്ട കളയണ നോട്ട്. ഈ ഭാരത മണ്ണും നിശ്ചലമാ, ഒരു പട്ടിണി എങ്ങും പടരുകയായി. 24,000 രൂപ വെച്ച് കൊടുക്കാൻ സർക്കാർ കമ്മിറ്റഡ് ആണ്. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞുള്ള പണം ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ള ആശങ്കയിലല്ല നിൽക്കേണ്ടത്. ഇന്നുള്ളവർക്ക് 24,000 വരുന്നവർക്ക് ക്യൂവിൽ കൊടുക്കാം. ബാക്കി പണം എത്തിച്ചേരുന്നതിന് കേന്ദ്ര സർക്കാർ ബാധ്യസ്ഥരാണ്. അവരത് പാലിച്ചേ പറ്റും. ഈ ഏകാധിപത്യം തുടരുകയായി, ജനകോടികൾ ഇതിനാൽ ഉരുകുകയായി. മോഡിയുടെ ഈ നയത്തോട് എനിക്ക് വലിയ അപ്രിസിയേഷനാണ്. ഇത് എല്ലാവർക്കും ബാധകമായ വളരെ നന്നായിരിക്കും. ഞാൻ എത്ര വേണമെങ്കിലും സഹിക്കാം അതിനു വേണ്ടി. കള്ളപ്പണത്തെ മോദിയൊരുക്കിയ തന്ത്രമിതാ. എലിയെ പേടിച്ചില്ല മതോ, ചുട്ടതുപോലെ തിരിച്ചടിയായി. നമുക്ക് പറയാൻ കഴിയില്ല. 1000 കോടി രൂപയാണ് ഇന്നത്തേക്ക് റിസർവ് ബാങ്ക് നൽകുന്നതിന് അഡ്വൈസ് ചെയ്തിരുന്നത്. പക്ഷെ 500 കോടി രൂപയെ എത്തിയിട്ടുള്ളൂ ബാങ്കിൽ. അതുകൊണ്ടാണ് ബാങ്ക് ട്രഷറിക്ക് തരുന്നത് ചോദിച്ചതിൻ്റെ പാതിയാക്കി കുറച്ചിരിക്കുന്നത്. അപ്പോൾ അവരും പ്രതീക്ഷിക്കുന്നത് പണം വരും എന്നുള്ളതാണ്. നോട്ട് ഇന്ന് ഗതികേടിൽ വളഞ്ഞിട്ട് അലച്ചിൽ തുടരണ നോട്ട്. ഇത് പാനിക്കില്ലാതെ ജനങ്ങൾക്ക് പ്രയാസം പരമാവധി കുറച്ച് ചെയ്യുന്നതിന് എല്ലാ സൗകര്യങ്ങളും ഇണക്കാൻ പറ്റുമായിരുന്നു. അത് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, പ്രധാനമന്ത്രിക്ക് മുണ്ടാട്ടുമില്ല, പാർലമെൻറ്റിലും പുറത്തും. മനുഷ്യന്മാരുടെ മൈതാനത്തിൽ നിന്ന് പ്രസംഗിക്കാന്നില്ല, ഡിബേറ്റ് ചെയ്യാൻ തയ്യാറില്ലല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൗനമൊക്കെ ഉണ്ടല്ലോ, കുറ്റസമ്മതം. എന്നാലെന്നാ ഇങ്ങനൊരു അബദ്ധം പറ്റിപ്പോയി, അതുകൊണ്ട് എല്ലാവരും സഹരിച്ച് നമുക്കത് കാര്യം നേരെയാക്കാം എന്നല്ലല്ലോ നിലപാട്. ഓരോ ദിവസവും പുതിയ സിദ്ധാന്തമായിട്ട് വരികയല്ലേ. ഈ നോട്ട് ഇന്ന് മുരിയേരിക്കായി ജനം തക്കുവട്ട കളയണ നോട്ട്. ഐസക് മന്ത്രി തിരുവനന്തപുരത്തിരുന്ന് സംസ്ഥാനത്തെ ട്രഷറികളെ ആകെ നിരീക്ഷിച്ചു. പണം എത്താത്ത ട്രഷറികളുടെ കണക്കെടുക്കാനായിരുന്നു ധനമന്ത്രിക്ക് ഉത്സാഹം കൂടുതൽ. ഉച്ചയോടെ ഷട്ടർ വീണ ട്രഷറികൾ തേടി ക്യാമറകളുടെ നിറ സാന്നിധ്യത്തിൽ ഒരു മിന്നൽ സന്ദർശനവും മന്ത്രി നടത്തി. ജില്ലാ ഓഫീസറെ, നമ്മുടെ ഏതെങ്കിലും ബാങ്കിൽ നമ്മുടെ ട്രഷറിയിൽ 24,000 കുറഞ്ഞ് കൊടുത്തോ? ഇല്ല, എല്ലാവർക്കും 24,000 തന്നെ. പിന്നെ അവർ പെൻഷൻ എമൗണ്ട് അനുസരിച്ച് 24,000 താഴെ ഉള്ളവർക്ക് അത് വേണം. ആവശ്യപ്പെട്ടത് 9 കോടി, 9 കോടി കിട്ടിയത് 7.5 കോടി. അടുത്ത മാസത്തെ ശമ്പളം ക്രൈസിസ് ആകാൻ വളരെയധികം സാധ്യതയുണ്ട്. കാരണം ഇന്നത്തെ പ്രശ്നം കറൻസി ഇല്ല എന്നുള്ളതാണ്. സർക്കാരിൻ്റെ അക്കൗണ്ടിൽ പണം കിടക്കുന്നു. പക്ഷെ അടുത്ത മാസത്തെ പ്രശ്നം കറൻസി ഉണ്ടാവും, സർക്കാരിൻ്റെ അക്കൗണ്ടിൽ പണം ഉണ്ടാവും എന്ന് ഉറപ്പില്ല.
അതൊരു ഗൗരവമായിട്ടുള്ള സ്ഥിതിയാണ്. അടുത്ത മാസത്തെ കാര്യമോർത്താണ് ഐസക്കിന് വേവലാതി. നാട്ടിലെ ബാങ്കുകളിൽ പണം കുമിഞ്ഞുകൂടിയെങ്കിലും കച്ചവടമെല്ലാം പൂട്ടിയതിനാൽ സർക്കാരിന് വരവ് കുറയും. ചരക്കു സേവന നികുതി വരുമ്പോൾ ഇനി എല്ലാം ശരിയാകും എന്ന പ്രതീക്ഷയിലാണ് മന്ത്രി. സ്വർണം സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആദായ നികുതി നിയമങ്ങളിൽ വരുത്തിയ ഭേദഗതി ഒട്ടേറെ ആശയക്കുഴപ്പങ്ങൾക്ക് ഇടയാക്കി. കൈവശം സൂക്ഷിക്കാവുന്ന സ്വർണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. പരിധി നിശ്ചയിച്ചിട്ടില്ലെന്ന് ഒടുവിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. സംഭവം കേട്ട് സ്വർണം സൂക്ഷിക്കുന്ന മലയാളികൾ പരിഭ്രാന്തരാവും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വിവാഹിതർക്കും അവിവാഹിതർക്കും സൂക്ഷിക്കാവുന്ന സ്വർണത്തിൻ്റെ കണക്കുകൾ കേട്ട് മലയാളികൾ ദാ ഇങ്ങനെ പരിഭ്രാന്തരായി. എന്നെ വട്ടം ചിറ്റി കളിപ്പിക്കരുത് നീ. എന്റെ മുത്തശ്ശി എനിക്ക് തന്ന കല്ലുവളെ അതും കൂടെ എനിക്ക് വേണം. പോലും ഞാൻ തരില്ല. നീ തരും. എന്താ ചേട്ടാ കാണിക്കാൻ ആൾക്കാർ നിൽക്കണ കണ്ടില്ലേ ചേട്ടാ? അങ്ങനെ 5 പവന്റെ അറിഞ്ഞാൽ ഒട്ടോട്ട് നീ എളിയണ്ട അടി. അയ്യോ എന്റെ അറിഞ്ഞാണ് പോയി. പോലീസിന്റെ മാവോയിസ്റ്റ് വേട്ടയ്ക്കെതിരെ നടത്തിയ വിമർശനങ്ങൾക്ക് ബ്രേക്കിടാൻ CPI തീരുമാനിച്ചു. പോലീസിന്റെ പ്രേതം രാഷ്ട്രീയ നേതാക്കളുടെ ശരീരത്തിൽ കയറാൻ പാടില്ലെന്ന് കാനം പറഞ്ഞതിന് പിന്നാലെ പോലീസിന്റെ ആത്മവീര്യം തകർക്കാനില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതോടെ കാനം രാജേന്ദ്രൻ വലിഞ്ഞു. CPI അത്രയേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. വ്യത്യസ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് കിട്ടുന്ന അവസരങ്ങളിൽ തെളിയിക്കുക, ഇടതുപക്ഷ ഐക്യമോർത്ത് പിൻവാങ്ങുക, ഒരടി മുന്നോട്ട് 2 അടി പിന്നോട്ട്. തുറിച്ചു നോക്കണ്ട, നിങ്ങളുടേത് വെറും ബൂർഷ്വാ ജനാധിപത്യ പാർട്ടിയാണ്. ഞങ്ങൾ മാവോയിസ്റ്റുകളാണ്, യഥാർത്ഥ വിപ്ലവകാരികൾ. നക്സലൈറ്റ്സ് അല്ലെങ്കിൽ മാവോവാദികൾ അവരെ ഉന്മൂലനം ചെയ്യുകയാണ് ശരി എന്ന നിലപാടിനോട് യോജിക്കാത്തവരാണ് ഞങ്ങൾ. അതൊരു സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നമാണ്. അത് ഒരിക്കലും ഒരു ക്രമസമാധാന പ്രശ്നമല്ല. ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ആ സുപ്രീം കോടതിയുടെ ഗൈഡൻസും ഇടതുപക്ഷം എടുക്കുന്ന പൊതു നിലപാടുകളും പാലിക്കാൻ ബാധ്യതയുണ്ട്. അത് ഈ ഗവൺമെൻറ് പാലിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പോലീസ് സേനയുടെ മനോവീര്യം തകർക്കുന്ന ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അല്ല, പോലീസിൻ്റെ പ്രേതം പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ശരീരത്തിൽ പ്രവേശിക്കാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ നിലപാട്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ, നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. വക്രദൃഷ്ടിയിൽ ഇടവേള, അട്ടപ്പാടിയുടെ പുണ്യം. ഡോക്ടറെ കണ്ടില്ലേ? വിളിക്ക് തരുന്നുണ്ടോ? ഡോക്ടറൊക്കെ ഉണ്ടോ?